എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വൃശ്ചികമാസം 1-ാം തീയതി. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്കൊരു പുതിയ റെസിപ്പിയിലോട്ട് പോകാം. അപ്പം ഞാൻ ഇവിടെ ഡൽഹി വന്നെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ ഒരു ഫൂൽഗോബി ഉണ്ട് ഇന്ന്. അത് ഞാൻ എങ്ങനെ ഇന്ന് തോരൻ വെക്കുന്നതെന്ന് കാണിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതാ. ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു തോരൻ പോലെ. തോരനല്ലൊരു അതിനകത്ത് തന്നെ നമ്മളിങ്ങനെ ടൊമാറ്ററൊക്കെ ഇട്ട് ഒരു ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഫുൽഗോബി എടുക്കാം. ഇവിടെ നല്ല ഫ്രഷ് ഗോപിയാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ നാട്ടിൽ നിന്നിട്ട് ഇത്രയും ഫ്രഷ്നെസ് ഒന്നുമില്ല. ഇത് നല്ല ഫ്രഷായിട്ടുള്ള ഗോപിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഇതൊന്ന് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഓക്കെ. അപ്പം അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ ഇത്രയും വെളുത്തുള്ളി, നമുക്കിതെല്ലാം പൊളിച്ചെടുക്കണം. പിന്നെ 2 തക്കാളിക്ക്, പിന്നെ വേണ്ടിയത് ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമുക്ക് ഒന്ന് ചതച്ച് വരിക. പിന്നെ ഒരു വലിയൊരു 2 കൊച്ചു ഇത്ര മീഡിയം സൈസിൽ 2 ഉള്ളി. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടി. ഇപ്പം നമ്മൾ 2 ഫൂൽഗോപിയുണ്ട്. ഞാൻ അതിൽ 1 എടുത്തങ്ങ് മാറ്റി വെച്ചു. ബാക്കി ഈ 1 മുറിയും കൂടെ ഞാൻ ഇതിൽ അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങ് മാറ്റി വെക്കാം. ഈ ഒരെണ്ണവും അതും കൂടെ വെച്ച് എടുക്കാം നമുക്ക്. അപ്പം ഞാൻ നല്ല അടിപൊളി ഇതുണ്ട്, തണ്ട് വരെയുണ്ട്, നല്ല ഗോപിയാണ്. ഇതിന് ഫൂൽഗോബി. ഇവിടെ ഫൂൽഗോബി നാട്ടിൽ പറയുന്നത് എന്താ, കോളിഫ്ലവർ. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ഒന്ന് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കും. അപ്പം ഞാൻ എല്ലാം പൊളിച്ച് വെച്ച് ഇനി നമുക്ക് ഞാനിവിടെ എൻ്റെ ഒരു ഉരുളി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടോട്ട് എടുത്ത് വെച്ചത്. പിന്നെ ഞാൻ അന്നേരം ആ ഉരുളിക്കകത്തോട്ടാണ് ഇത് കണ്ടിച്ചിരുന്നു. അപ്പം നമ്മുടെ ഗോപിയെല്ലാം ഞാനൊന്ന് ഇതിൻ്റെ നല്ല ഇലയുള്ള ഗോപി ആയതുകൊണ്ട് നല്ല ഫ്രഷ് ഗോപി. അതിപ്പം ഞാനെല്ലാം ഒന്ന് ആ ഗോപിയെല്ലാം ഒന്ന് ഈ കോളിഫ്ലവർ എല്ലാം ഒന്ന് കണ്ടിച്ച് വെക്കും. നമുക്ക് ഈ ഉരുളിക്കകത്തോട്ട് തന്നെ അരിഞ്ഞിടും. ഞാൻ ഈ കോളിഫ്ലവറും മൊത്തം ഒന്ന് കണ്ടിച്ചിട്ടിട്ട് അപ്പം ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ ഒരെണ്ണം അരിഞ്ഞു. ബാക്കിയും കൂടെ ഞാൻ എളുപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ട് നിങ്ങളെ കാണിക്കും. ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. ഞാൻ 2 ഉള്ളിയാണ് എടുത്തു. നമ്മുടെ ഉള്ളിയെല്ലാം അങ്ങനെ ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞെല്ലാം എടുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മുടെ 2 ടൊമാറ്റോ തക്കാളിക്കുണ്ട്. എനിക്ക് ഇവിടെ വരുമ്പോൾ അങ്ങ് ഞാൻ ടൊമാറ്റോ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ, ക്ഷമിക്കണം. തക്കാളിക്കുണ്ട്. പിന്നെ ആ തക്കാളിക്കായി നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. നമുക്ക് അടുത്ത തക്കാളിക്കായി കൊടുത്ത് അരി. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കണം. ചതച്ചിട്ട് നമുക്കത് വിടാം. അപ്പം പിന്നെ പച്ചമുളക് ഞാൻ ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതാണ് നല്ല 3 പച്ചമുളക്. അതും കൂടി ഇതിൻ്റെ കൂടെ കീറി വെക്കാം. നമ്മുടെ ഉള്ളിയുടെ കൂടെ നമ്മൾ അതും കൂടെ കീറിയെല്ലാം വെച്ച്. അപ്പം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അപ്പം നമ്മുടെ ഉള്ളി തക്കാളിക്കായും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി മല്ലിയില ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗോപി വെക്കുന്നതൊന്ന് കാണിക്കും. അപ്പം ആദ്യം നമുക്ക് നമ്മുടെ ഗ്യാസ് ഒന്ന് കത്തിക്കും. നമുക്ക് ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട്. നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കും. ഞാനൊരു 4 സ്പൂൺ എണ്ണയുടെ അത്രയും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഒരു ശകലം, ഇവിടെ എല്ലാവരും എന്തിനായാലും ജീരകം ഇച്ചിരി ഏറെ ചേർക്കും. ഇത് നമ്മുടെ നാട്ടിലെ നല്ല ജീരകം. നമ്മുടെ എണ്ണയൊന്ന് ചൂടായിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ ജീരകം ഒന്ന് ഇട്ടു. ആ ജീരകം ഒന്ന് പൊട്ടട്ടെ.
നമ്മുടെ ജീരകം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും കൂടി. ഞാൻ പറഞ്ഞല്ല, ഒരു മെഴുക്ക് വരട്ടിയുടെ കൂട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിയൊന്ന് നല്ലോണം മൂക്കട്ടെ. അതിന് നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഇത്ര ഉപ്പാണ്. അപ്പം നമ്മുടെ ഉള്ളിയൊന്ന് മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി ഇടാം. ഇതിനകത്ത് ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മൾ ഇത്ര മല്ലിപ്പൊടിയുണ്ട്, അതും കൂടെ അങ്ങോട്ട്. പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ഒരു നുള്ളു ഗരം മസാല ഇട്ടു. ഇനി നമുക്ക് ഒരു തീയൊന്ന് ഞാൻ കുറച്ച് വെച്ചു. ഇനി നമുക്ക് വേണ്ടിയത് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ഞാൻ ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തക്കാളിക്ക് നമ്മളെടുത്ത് വെച്ചിരുന്നത് അങ്ങോട്ടിടാം. നമ്മളിത് വെള്ളം ചേർക്കത്തേ ഇല്ല. വെള്ളം ചേർത്താൽ കൊള്ളത്തില്ല. വെള്ളം ചേർക്കാതെ നമ്മുടെ ഞാനാണെങ്കിൽ ഈ ഫുൾഗോബി ഇച്ചിരി മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്ക് വരുന്നു. 4 കഴുകിയിട്ട് ഞാൻ പിന്നെ മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ ഇതിനകത്ത് വെച്ചത്. അതിപ്പോൾ അങ്ങനെ ഈ ഗോപിയൊക്കെ നല്ലതാണ്. അതിൽ നിന്ന് തന്നെ പിഴിഞ്ഞ് ഇടുന്നത് അല്പം. അപ്പം ഞാൻ 5-6 വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചത്. അപ്പം നമ്മൾ ആ ഗോപിയെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ആ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് നമ്മൾ കോരി. എപ്പോഴും നമ്മൾ ഓരോരുത്തർ ചൂടുവെള്ളം ഒഴിക്കും. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വല്ല പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്ത അതിനകത്ത് തന്നെ ഇരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് മഞ്ഞളും ഉപ്പുവെള്ളവും, മഞ്ഞൾ കുറച്ചിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് അതിനകത്ത് എന്തുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് വീഞ്ഞ് കിടക്കും. അതേസമയം നമ്മൾ ഓരോരുത്തർ പറയും നാട്ടിൽ ചൂടുവെള്ളത്തിൽ ഇടുമെന്ന്. ഒരിക്കലും അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇടലും. ചൂടുവെള്ളത്തിൽ ഇടുന്ന അതിനകത്തുള്ള പുഴുവൊക്കെ അതിനകത്ത് തന്നെ ഇങ്ങനെ ചത്തിരിക്കത്തില്ലേ. അത് കാരണം അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒരു 10-15 മിനിറ്റ് വെക്കും നേരം. അപ്പം നമ്മുടെ ഈ ഗോപി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതനുസരിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി പോരാങ്കിൽ പിന്നെ നമുക്ക് ഉപ്പിടാം. അപ്പം നമുക്ക് നമ്മുടെ ഗോപി ഇത് വെച്ചിട്ടൊരു 10 മിനിറ്റോളമായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കി നമുക്കിതൊന്ന് ഇളക്കി. അപ്പം നമ്മുടെ ഫുൾഗോബി മെഴുക്ക് പുരട്ടി എല്ലാം റെഡിയായി. പിന്നെ അപ്പോൾ എല്ലാം പറ്റീനി. നമുക്ക് ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം നമുക്കിതിൻ്റെ തീ അങ്ങ് കെടുത്താം. അപ്പം നമ്മുടെ ഫുൾഗോബി മെഴുക്ക് പുരട്ടി അപ്പോൾ എല്ലാം നല്ല റെഡിയായി. ഇനി നമുക്ക് ഈ തീ ഞാനങ്ങ് ഓഫാക്കി. പിന്നെ എല്ലാവരും ഈ ഫുൾഗോബി മെഴുക്ക് പുരട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയായിരിക്കും.
പിന്നെ എനിക്ക് എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.